വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്. മദ്യപനായ ഒരു തൊഴിലാളി ഒരിക്കലും ഒരു സമ്പന്നനാകുന്നില്ല. നമുക്കറിയാം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കാശ് ചെലവാകുമ്പോൾ നമുക്ക് എവിടുന്ന സമ്പാദിക്കാൻ പറ്റുന്നത്? ഇല്ല. നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം, പണ്ടുള്ള നമ്മുടെ കാരണവന്മാര് കള്ള് ഷാപ്പിലേക്കും ചാരായ കടയിലേക്ക് കുടിക്കാനായിട്ട് ഇവർ പോകുന്നത് തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ്. ആ പോകുന്നത് തന്നെ തലയിൽ മുണ്ടിട്ട് കൊണ്ട് പോകുന്നതിന്റെ അർത്ഥം അവർ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരതങ്ങനെ പോകുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ മദ്യം എന്താ പറയാ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ തീന്മേശകളിലെ പ്രധാന സ്ഥാനം മദ്യത്തിന് തന്നെയാണ്. നമ്മളെല്ലാവരും ഒരു ഫംഗ്ഷന് ഉടുത്തൊരുങ്ങി ഭാര്യമാരെയും ഫാമിലിയും ഒക്കെ കൂടി നമ്മൾ പോകും. ഉത്സാഹത്തോടെ പോകുന്ന ഒരു ഫാമിലി തിരിച്ചു വരുന്നത് വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കും. അതുപോലെയുള്ള പാർട്ടികളാണ് ഇന്നൊരു മരണ വീടാണെങ്കിലും ഒരു കല്യാണ വീടാണെങ്കിലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായി മദ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ് മദ്യവിൽപ്പനയാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക വശം ഇതിലൂടെ ഇടുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരുപാട് മദ്യപാനികളെ നമ്മൾ കാണുന്നുണ്ട്, വളരെയധികം. ഈ ഞാനടക്കം, എനിക്ക് മദ്യപരോട് സംസാരിക്കുന്നത് വളരെ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ എല്ലാവരും അവജ്ഞയോടുകൂടിയാണ് നമ്മൾ അവരെ നോക്കുന്നത്. റോഡിലാണെങ്കിലും കുടിച്ചൊരാൾ കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും വയ്യാതെ കിടക്കുകയാണെന്ന്. ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. രോഗിയായി കിടക്കുന്ന ആളും അത് കുടിച്ചു കിടക്കുന്നതാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. മരണത്തോട് മല്ലടിച്ച ഒരാൾ റോഡിൽ കിടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ധാരണ അയാൾ കുടിച്ചു കിടക്കുകയാണല്ലോ. നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. റോഡരികിലെ ഒരുപാട് പേരെ മദ്യം കഴിച്ച് കിടക്കുന്നത് കാണുന്നുണ്ട്. ഇന്നത്തെ യുവതലമുറയെ കുറിച്ചാണ് കൂടുതലുള്ള ആകുലത നമുക്ക്. പണ്ട് കാലങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ, സ്കൂളിലൊക്കെ പോകുമ്പോൾ മിഠായി മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് മേടിക്കാൻ, ഒരു പേന മേടിക്കാൻ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ മദ്യം വാങ്ങുന്നതിനും ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുന്നതിനുമാണ് ഏറ്റവും കൂടുതൽ. അതിന് ഏത് അറ്റം വരെ പോകുന്നതിനും അവർക്കൊരു മടിയുമില്ല. മാതാപിതാക്കളാണോ സഹോദരങ്ങളാണോ ഇതൊന്നും ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുപോലെയുള്ള ലഹരിയുടെ ഉപയോഗം വളരെയധികമായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറ വളരെയധികം ഡിഗ്രികളെടുത്ത് വളരെയധികം പഠിച്ച് സ്വന്തം കുടുംബത്തെ നോക്കേണ്ട, മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകേണ്ട യുവതലമുറ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് ഒരുപാട് അഡിക്ഷൻ സെന്ററുകളിലെ കുടിസുമുറികളിൽ ജീവിക്കുന്നത് നമുക്കറിയാം. അവരുടെ മാതാപിതാക്കളെല്ലാം അത് സഹിക്കുകയാണ്. അവർക്കത് പുറത്തു പറയാൻ പറ്റുന്നില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയ, പത്രമാധ്യമങ്ങളിൽ കൂടെയെല്ലാം നമ്മൾ ദിവസവും വായിക്കുന്നുണ്ട്. മദ്യപനായ ഒരു മകൻ അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട മകൻ അമ്മയെ വെട്ടിക്കൊന്നു, മാതാപിതാക്കളെ കൊന്നു, സഹോദരങ്ങളെ മർദ്ദിക്കുന്നു. ഇതെല്ലാം സ്ഥിരമായി നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സ്ഥാനാരോഹണം ചെയ്ത നമ്മുടെ ഇന്നത്തെ സർക്കാരിനോടുള്ള നമ്മുടെ ആവശ്യവും ഇതുതന്നെയാണ്. തൃശ്ശൂർ അതിരൂപത മാതൃവേദിയുടെ അമ്മമാരുടെ ഒരു ലീഡർ എന്ന നിലയിൽ അവരനുഭവിക്കുന്ന വിഷമതകൾ നമ്മളെല്ലാം കാണുന്നതാണ്. ഓരോ അമ്മമാരും വന്ന് നമ്മളോട് പറയുന്നുണ്ട് അവരുടെ വീടുകളിൽ നടക്കുന്ന വിഷമങ്ങൾ, മക്കൾ മദ്യപിക്കുന്നത്, ലഹരിക്കടിമകളാകുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ധാരാളമായി മദ്യവിൽപ്പനശാലകൾ കാണാൻ സാധിക്കും. ഇതിനെല്ലാം ഈ ലഹരി പദാർത്ഥങ്ങളും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും മദ്യവിൽപ്പനയും നടക്കുന്നുണ്ട്. ഇതിനൊരു കേസെടുത്ത് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്താലും നിയമത്തിന്റെ അവർക്ക് വളരെയധികം പുറത്തിറങ്ങാനായിട്ട് നിയമം അവരെ സഹായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഗവൺമെന്റ് ഇതിനെ ഒരു അറുതി വരുത്തണം. ഈ മദ്യ സംസ്കാരത്തെ അതിനെതിരെ നിങ്ങൾ പോരാടി മദ്യവിമുക്ത കേരളമാക്കണമെന്ന് ഒരു റിക്വസ്റ്റും കൂടെ ഈ ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.